നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നിവിടെ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് 29 നടന്ന ശനിമാറ്റം കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശനി 30 വർഷമെടുത്താണ് 12 രാശിയും പൂർത്തീകരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് കുംഭം രാശിയിൽ നിലനിന്നിരുന്ന ശനി 6ാം ഭാവത്തിലായിരുന്നു കന്നിരാശിക്കാർക്ക് ഉണ്ടായിരുന്നത്. ശനി 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത്. പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് കുംഭം രാശിയിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ, അതായത് സ്വക്ഷേത്ര ബലവാനായി നിന്നിരുന്ന ആ ശനി ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശനി വളരെ സമയമെടുത്തായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് ദോഷമായിക്കോട്ടെ ഗുണമായിക്കോട്ടെ. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതായത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് അർത്ഥം. അപ്പോൾ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് കുംഭം രാശിയിൽ കന്നിരാശിക്കാർക്കുണ്ടായിരുന്ന ശനി നല്ല കുറേ അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. ഇതൊക്കെ ഈ 7ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നഷ്ടപ്പെടുമെന്ന ഭയം ആർക്കും വേണ്ട. കാരണം ഇവിടെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെ, മീനം രാശിയിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ശനിയുടെ ദൃഷ്ടി 9, 1, 4 ഭാവങ്ങളിലേക്ക് കൂടി വരുന്നുണ്ട്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യ അനുഭവങ്ങളുടെ ഒരു സ്ഥാനമാണ്. ഏത് കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഭാഗ്യ അനുഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ ഭാഗ്യ അധിപൻ നമ്മളെ സഹായിക്കണം. ഇവിടെ ശനി നിങ്ങളെ സഹായിച്ചുകൊണ്ട് ആ ഭാഗ്യ സ്ഥാനത്തേക്ക് വീക്ഷിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവും. 4ാം ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ശനി മീനം രാശിയിലേക്ക്, അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് മാറിയത് കൊണ്ട് ആ മീനം രാശിയിലേക്ക് മാറിയ ശനി വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇവിടെ ദീർഘനാളായിട്ട് വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കാൻ പറ്റുന്ന സമയമാണ്. 7ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പങ്കാളിയെയും ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പൊസിഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും നല്ല നല്ല സൗഹൃദങ്ങളിലൂടെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ജോലിയിലൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ വഴി നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്ഥാന കയറ്റമുണ്ടാവും, സ്ഥലം മാറ്റമുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ കന്നിരാശിക്കാർക്ക് എല്ലാ തരത്തിലും ഒരു നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ശനിമാറ്റത്തെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പലരും എനിക്ക് മെസ്സേജ് ചോദിച്ചു, 7ാം ഭാവത്തിലേക്ക് മാറുന്ന ശനി ദോഷം ചെയ്യില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായും ശനി വീണ്ടും വീണ്ടും ഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുക.